ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല, ഗ്ലൂട്ടൻ ഉണ്ടാവും. ബ്രെഡ് കഴിക്കാൻ പറ്റില്ല, ഗ്ലൂട്ടനാണ്. ഗ്ലൂട്ടൻ എന്നുള്ള വാക്ക് ഇപ്പോൾ അധികം ആൾക്കാരുടെ ഡയറ്റിലും വളരെ കോമൺ ആണ്. പക്ഷേ ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അലർജിയാണോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണോ? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്? സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഗ്ലൂട്ടനെ കുറിച്ച് പറയാം. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്, അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ചില തരത്തിലുള്ള പെപ്റ്റൈഡ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാര്യമായിട്ടും കണ്ടുവരുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന ചില തരത്തിലുള്ള ഭക്ഷണത്തിലാണ്. ഗോതമ്പിലുണ്ട്, ബാർലിയിലുണ്ട്. ചിലർക്ക് ചില തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലർജിക് സിംറ്റംസ് ഉണ്ടാകും. അധികം ആൾക്കാർക്കും ദേഹത്തൊക്കെ സ്കിൻ റാഷസ് പോലെ പൊന്തി വരികയാണ് ചെയ്യുക. മറ്റു ചിലർക്ക് ഡയറി ആവാം, കോൺസ്റ്റിപ്പേഷൻ ആവാം, വയറുവേദനയാവാം, ബ്ലോട്ടിംഗ് ആവാം. ഇത്തരത്തിലുള്ള ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ആയിരിക്കും. ഗ്ലൂട്ടൻ അലർജിയും ഇതേപോലെയാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനോട് അലർജി ഉള്ളവർക്ക് രണ്ട് രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാവാം. ഒന്നിനെ സീലിയാക് ഡിസീസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തതിന് നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും. സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനോട് ഇങ്ങനെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും. സീലിയാക് ഡിസീസിനെ നമുക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റീവ് എൻറ്ററോപ്പത്തി എന്നും പറയാം. ഇത് നമ്മളുടെ ചെറുകുടലിനെയാണ് മെയിൻലി ബാധിക്കുന്നത്. നമുക്ക് സ്റ്റൊമക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുകുടലും ഉണ്ട്, വൻകുടലും ഉണ്ട്. വൻകുടലിനെ ബാധിക്കുന്നതാണ് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും ഒക്കെ. അതിനൊക്കെ നമുക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ് എന്ന് പറയാം. പക്ഷേ സീലിയാക് ഡിസീസ് മെയിൻലി സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് ബാധിക്കുന്നത്. അതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടുള്ള അലർജി കാരണമാണ്. ഗ്ലൂട്ടനോട് അലർജി ഉള്ളവർക്ക് നമുക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് സീലിയാക് ഡിസീസ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഡാമേജസ് ഉണ്ടാവും. ചില റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റും പറയുന്നത് സീലിയാക് ഡിസീസിന് ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ ഉണ്ടെന്നാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്താണെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ താഴെ കാണാം. ഗ്ലൂട്ടൻ എന്നുള്ള വാക്കിൻ്റെ ഹിസ്റ്ററി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം 200 വർഷത്തിന് മുമ്പേ തന്നെ ചില തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അധികം ആൾക്കാർക്കും അനുഭവപ്പെടുന്നതായിട്ട് അന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇതിനെ സീലിയാക് ഡിസീസ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. സീലിയാക് എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും അബ്ഡോമൻ എന്നാണ്. അങ്ങനെയാണ് ഗ്ലൂട്ടനും സീലിയാക് ഡിസീസും തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ടായി വന്നത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് മാൽന്യൂട്രീഷൻ വളരെ കോമൺ ആയിരുന്നു. അധികം ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ കിട്ടാറില്ല. ഈ സമയത്താണ് വീറ്റ് ഐറ്റംസ് കഴിക്കുന്ന കുട്ടികളിൽ മുമ്പേ സീലിയാക് ഡിസീസിൻ്റെ പോലെ സിംറ്റംസ് ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്കും അഡൽസിനും രണ്ടാമത്തെ വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ഈ ബ്രെഡിൻ്റെയും വീറ്റ് ഐറ്റംസൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞത് കാരണം അവരുടെ സിംറ്റംസും കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 70 കൊല്ലം മുമ്പെയാണ് ഗ്ലൂട്ടനും സീലിയാക് ഡിസീസും നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ട് ഗ്ലൂട്ടനെ വലിയൊരു വില്ലനാക്കി നമ്മളുടെ ഇൻഡസ്ട്രി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്നത് $3.4 ബില്യൺ ഒരു ഇൻഡസ്ട്രിയാണ്. ഗ്ലൂട്ടൻ ഫ്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന ആപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കാരണം ഗ്ലൂട്ടനോട് അലർജി ഉള്ളവർക്ക് അത് സീലിയാക് ഡിസീസ് ആവാം, നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവരാവാം. ഇവരുടെ എല്ലാവരുടെയും മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ്. ഇനി നമുക്ക് സീലിയാക് ഡിസീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീലിയാക് ഡിസീസിലുണ്ടാകുന്ന എല്ലാ സിംറ്റംസും ചെറുകുടലിലുണ്ടാകുന്ന ഡാമേജിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല. എത്ര ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് വയറുവേദനയായിരിക്കും, ചിലർക്ക് ദഹനക്കേടായിരിക്കും, ചിലർക്ക് ബ്ലോട്ടിംഗ് ആയിരിക്കും, ചിലർക്ക് നോസിയ വൊമിറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അതായത് മലബന്ധം. മറ്റു ചിലർക്ക് വിട്ടുമാറാത്ത ഡയറി ആയിരിക്കും, ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. സീലിയാക് ഡിസീസ് ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസും ഉണ്ടാവാം. ലാക്ടോസ് എന്ന് പറയുന്നത് പാലിലുള്ള പ്രധാനപ്പെട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഡയറി പ്രൊഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ഇനി ചെറുകുടലിൽ മാത്രമല്ല സീലിയാക് ഡിസീസ് ഉള്ളവർക്ക് മറ്റു ഓർഗൻസിനും പ്രശ്നം ഉണ്ടാവാം. അത് ചിലപ്പോൾ ബോൺസിനെ ബാധിക്കാം, ഫെറ്റീഗ് ഉണ്ടാവാം, ബോൺ പെയിൻ ഉണ്ടാവാം, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. ഉദാഹരണത്തിന് ഡിപ്രഷനും ആൻസൈറ്റിയും ഉണ്ടാവാം. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കാം. പുരുഷന്മാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, സ്ത്രീകൾക്ക് ഡിലേഡ് മെൻസ്ട്രൽ പീരീഡ്സ് ഉണ്ടാവാം. സ്കിന്നിനെ ബാധിക്കാം. സ്കിന്നിനെ ബാധിച്ചിട്ട് ചില പെക്യുലർ ആയിട്ടുള്ള റാഷസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡെർമറ്റൈറ്റിസ് ഹെർപറ്റിഫോമസ് എന്ന് പറയുന്നത്. ഇനി സീലിയാക് ഡിസീസ് ആണോ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധാരണ രീതിയിൽ ഹിസ്റ്ററി മാത്രം പോരാ. അതായത് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഫാമിലി ഹിസ്റ്ററിയൊക്കെ സാധാരണ രീതിയിൽ സീലിയാക് ഡിസീസിൽ കോമൺ ആണ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ജീനിൻ്റെ ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചേക്കാം. പക്ഷേ സീലിയാക് ഡിസീസ് ആണോ എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ബയോപ്സി എടുത്തിട്ട്
അതിൽ സാധാരണ രീതിയിൽ സീലിയാക് ഡിസീസിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത് കണ്ടെത്തണം. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇവരുടെ ബോഡിയിൽ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ആ ആൻറ്റിബോഡീസ് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് നമുക്ക് സിറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയാം. ഇനി ബയോപ്സി ആണെങ്കിലും ഇത്തരത്തിലുള്ള സിറോളജിക്കൽ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടത്. അധികം ആൾക്കാരും ചെയ്യുക ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആണ് അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് ആണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണം അവർ ഒഴിവാക്കും. ഗോതമ്പ് കഴിക്കില്ല, ചപ്പാത്തി കഴിക്കില്ല, ബാർലി ഐറ്റംസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കും. എന്നിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോൾസ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂസ് കിട്ടും. അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലേ കാണുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ. ഇതിനെ ഗ്ലൂട്ടൻ ചാലഞ്ച് എന്നാണ് പറയുന്നത്. പിന്നെ സിറോളജിക്കൽ ടെസ്റ്റിൽ, അതായത് ബ്ലഡ് ടെസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ടൈപ്പ് ആൻറ്റി ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് ആണ്. ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞാൽ ആൻറ്റി-TTG ടെസ്റ്റ് എന്ന് പറയും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് IgA ടൈപ്പുള്ള എൻഡോമൈസിയൽ SA ആണ്. ഈ രണ്ട് ടെസ്റ്റും അത്യാവശ്യം അക്യുറസി ഉള്ള ടെസ്റ്റാണ്. ആൻറ്റി-ഗ്ലയാഡിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാത്തതാണ് നല്ലത്. അതിൻ്റെ അക്യുറസി കുറവാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പേ മിനിമം 3-4 ആഴ്ചയെങ്കിലും ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം ടെസ്റ്റുകൾ ചെയ്യാൻ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അത് തെറ്റുമായിരിക്കും. ഇങ്ങനെ തെറ്റായിട്ട് റിസൾട്ട് വരുന്നവരെയൊക്കെയാണ് സാധാരണ രീതിയിൽ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റീവ് എന്ന് പറയുന്നതും മറ്റു ചിലരെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അല്ലെങ്കിൽ IBSഉം ഇതേപോലത്തെ ഒരു കണ്ടീഷനാണ്. രണ്ടിൻ്റെയും സിംറ്റംസ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. കൺഫ്യൂഷൻ വളരെ കോമൺ ആണ്. IBSനെ കുറിച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. പ്രധാന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇനി ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയാം. ഗോതമ്പ് ഒഴിവാക്കണം. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗോതമ്പ് കൊണ്ട് തന്നെയാണ് ആട്ട ഉണ്ടാക്കുന്നത്. മൈദ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ബേക്കറി ഐറ്റംസും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൽ ബ്രെഡ് ഉൾപ്പെടും, റസ്ക്, ബിസ്ക്കറ്റ്, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വീറ്റ്സ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി കോൺഫ്ലവറോ അരി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും അതിലും കണ്ടാമിനേഷൻ ഉണ്ടാവാം. കാരണം അതേ ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ അതേ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ കണ്ടാമിനേഷൻ ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഐറ്റംസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ അരി പൊടിപ്പിക്കുന്നത് ഗോതമ്പും കൂടി പൊടിപ്പിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ചെറിയ കണ്ടാമിനേഷൻ അരിപ്പൊടിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും ഗോതമ്പിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ സാധിക്കാറില്ല. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് ബാർലിയാണ്. റൈ അവോയ്ഡ് ചെയ്യണം. പിയർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മോൾട്ട് വിനീഗറും ഒഴിവാക്കേണ്ടതാണ്. കാരണം അതും ഉണ്ടാക്കുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ കൊണ്ടാണ്. ചില തരത്തിലുള്ള ഡിസ്റ്റിൽഡ് ആൽക്കഹോളിലും വൈനിലൊന്നും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. പൊട്ടറ്റോ അഥവാ കിഴങ്ങ്, റൈസ്, കോൺ, സോയാബീൻ ഇതിലൊന്നും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. പാക്കറ്റിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഫുഡ് ലേബിൾ നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. ഇങ്ങനെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതിനനുസരിച്ച് ചെറുകുടൽ ചെറുതായിട്ട് ഹീൽ ചെയ്ത് തുടങ്ങും. ഹീൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ സീലിയാക് ഡിസീസിൻ്റെ സിംറ്റംസ് ഒക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇത് പക്ഷേ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടൊന്നും നിൽക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ 2-3 ആഴ്ചകളെടുക്കും. സ്കിന്നിനെയൊക്കെ ബാധിച്ചിട്ടുള്ള ഡെർമറ്റൈറ്റിസ്, ഹെർപ്പറ്റിഫോമിസ് പോലത്തെ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം 2 വർഷമൊക്കെ എടുക്കും കംപ്ലീറ്റ്ലി ഈ സിംറ്റംസ് മാറാൻ. ചിലർക്ക് സിംറ്റംസ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസോ ഉപയോഗിക്കാറുണ്ട്. ഇനി എല്ലാവർക്കും പറയേണ്ടത് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയിൽ സപ്ലിമെൻറ്റ്സിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നാണ്. റോളുണ്ട്, പക്ഷേ ഇത് മെയിൻലി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ രൂപത്തിലാണ്. കാരണം സീലിയാക് ഡിസീസ് ഉള്ളവർക്കൊക്കെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഡാമേജ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും മര്യാദക്ക് അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഈ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഇനി ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും വൈറ്റമിൻസും മിനറൽസും ആണ്. ഇതിൽ ചിലത് ഒന്ന് വൈറ്റമിൻ B12 ആണ്, മറ്റൊന്ന് വൈറ്റമിൻ B6 ആണ്, വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ്, അയൺ അത്യാവശ്യമാണ്. നമ്മളുടെ പോപ്പുലർ ആയിട്ടുള്ള വൈറ്റമിൻ D അത്യാവശ്യമായിരിക്കും. ഇനി ചില തരത്തിലുള്ള മൈക്രോ മിനറൽസ് ആയിട്ടുള്ള കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം ഇതിൻ്റെയും സപ്ലിമെൻറ്റ്സ് ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഇതിൽ മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവും വളരെ കുറവായിരിക്കും. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ മെഗ്നീഷ്യം നമുക്ക് ആവശ്യത്തിന് കിട്ടുള്ളൂ. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെഗ്നീഷ്യവും പോകും. അപ്പോൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ ചിലപ്പം കുറച്ച് കൂടുതൽ സമയം ഇവർക്ക് എടുക്കേണ്ടി വരും. omega-3 ഫാറ്റി ആസിഡ്സിനും റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ എവിഡൻസ് കുറവാണ്.
ഇതിനെക്കുറിച്ച് ഇപ്പോൾ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിനെ കുറിച്ചും സീലിയാക് ഡിസീസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മെമ്പർഷിപ്പ് ഏരിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതിനനുസരിച്ച് ആ വീഡിയോസും കാണാവുന്നതാണ്. നിങ്ങൾക്ക് സീലിയാക് ഡിസീസോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യാം. നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർമാരായി ചർച്ച ചെയ്യാൻ ഡോഫോഡിയിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓൺലൈനായി ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നടത്താൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഡോഫോഡി വെബ്സൈറ്റിൻ്റെ ലിങ്കും ഫോൺ നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഗ്ലൂട്ടനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് കൂടുതൽ അറിയേണ്ടത്, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ്, ഇതിൻ്റെ ഉദാഹരണം ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും ഒക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.